ഇരിങ്ങാലക്കുടയിൽ നിയമം ലംഘിച്ച് ജീപ്പ് ഓടിച്ച പോലീസ് സ്വകാര്യ ബസ്സിന് പിഴയിട്ടു. റോങ് സൈഡിലൂടെ കയറി വന്ന ജീപ്പിന് മുന്നിൽ സ്വകാര്യ ബസ് എത്തിയതാണ് പോലീസുകാരെ ചൊടിപ്പിച്ചത്. ശരിയായ ദിശയിൽ സ്വകാര്യ ബസ് എത്തിയതോടെ ജീപ്പ് മുന്നോട്ടെടുക്കാൻ കഴിയാതായി. ഇതോടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ബസ്സിന് ഗതാഗത നിയമം ലംഘിച്ചെന്നാരോപിച്ച് പിഴയടയ്ക്കുകയായിരുന്നു. വിവരങ്ങളുമായി നടരാജ് പരശുരാമുണ്ട്. നടരാജ്, ഒരു വിചിത്രമായ സംഭവമാണ്. എത്ര രൂപയാണ് ഈ പോലീസുകാർ പിഴയിട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഹരി, ഇതിൽ ദൃശ്യങ്ങൾ തന്നെ കഥ വ്യക്തമായി പറയും. ഇരിങ്ങാലക്കുടയിലാണ് സംഭവം. അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് റോങ് സൈഡിലേക്ക് ചട്ടം ലംഘിച്ചുകൊണ്ട് പോലീസിന്റെ ജീപ്പ് കയറി വന്നത്. ആ സമയത്താണ് സ്വകാര്യ ബസ് അതിന് അനുവദിച്ചിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് വന്നത്. ഇതാണ് പോലീസുകാരെ ചൊടിപ്പിച്ചത്. റോഡ് നിർമ്മാണം മൂലം വാഹനങ്ങളെല്ലാം ഗതാഗത കുരുക്കിൽ കിടക്കുമ്പോൾ റോങ് സൈഡിലൂടെ പോലീസ് കയറി വരികയായിരുന്നു. ശരിയായ ദിശയിൽ സ്വകാര്യ ബസ് എത്തിയതോടെ പോലീസ് വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റാതായി. പിന്നീട് പ്രശ്നം പരിഹരിക്കാൻ ബസ് മാറ്റി പോലീസിന് വഴി മാറി കൊടുക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനാണ് ഈ സംഭവത്തിന് ശേഷം പോലീസ് പിഴയിട്ടത്. ആ സമയത്ത് വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും പിന്നീട് ചട്ടം ലംഘിച്ച് ബസ് ഓടിച്ചതിന് ഈ ബസ്സുകാർക്ക് പിന്നീട് പിഴ ഇടുകയായിരുന്നു. ഇത് ആ സമയത്ത് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ പിഴ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനോട് അന്വേഷിക്കുമ്പോൾ ബസിന്റെ ഭാഗത്തു നിന്ന് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതേസമയം ബസ്സിലെ ജീവനക്കാരാവട്ടെ സാധാരണ ഇത്തരം തിരക്കുകളും മറ്റും വരുമ്പോൾ ബസ് കയറി പോകുന്നതും ചട്ടലംഘനം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ ഇത്തവണ തങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടില്ല എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. എന്തായാലും റോങ് സൈഡിൽ വന്ന പോലീസ് ബസ്സിന് മേലെ കുറ്റം ആരോപിച്ച് പിഴ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു വിചിത്ര കേസായി മാറുകയാണ് ഇത്.